Let's go to the next question. Question number 12. The ascending order of acidity of OH group in the following compound. നമുക്ക് ആദ്യം തന്നിരിക്കുന്നയാള് ഒരു അലിഫാറ്റിക് ആൽക്കഹോൾ ആണ്. അപ്പൊ ഞാൻ ആദ്യം ഇതിനെ ഒന്ന്, അപ്പൊ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ആൽക്കഹോൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫ്രം ദി ചാപ്റ്റർ ആൽക്കഹോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കൾ എല്ലാവരും നോക്കൂ. ബ്യൂട്ടനോൾ. ബ്യൂട്ടനോൾ ഈസ് എൻ ആലിഫാറ്റിക് ആൽക്കഹോൾ അല്ലേ? ബ്യൂട്ടനോൾ ഒരു ആലിഫാറ്റിക് ആൽക്കഹോൾ ആണ്. എന്നാൽ ബാക്കിയുള്ള ഈ 4 പേരെയും നിങ്ങൾ നോക്കിയാൽ അവരെല്ലാവരും ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്? ഫിനോളിന്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരല്ലേ? അപ്പൊ ആരാണ് കൂടുതൽ അസിഡിക് എന്ന് ചോദിച്ചാൽ ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ അലിഫാറ്റിക് ആൽക്കഹോൾ. അപ്പൊ ഏറ്റവും ലീസ്റ്റ് അസിഡിക് ക്യാരക്ടർ വരുന്ന വ്യക്തി എ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമ്മളുടെ ഓപ്ഷൻസ് 2 എണ്ണം ഇതിൽ ക്യാൻസൽ ആക്കും. ഓപ്ഷൻ 3യും ഓപ്ഷൻ 2വും നമുക്കിനി അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കിനി നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സി ആണോ ഡി ആണോ കൂടുതൽ അസിഡിക് എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്കിനി ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആരാന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എ ഈസ് ബീങ് an aliphatic alcohol is least acidic. എന്നാൽ ബാക്കിയുള്ള എല്ലാം ഫിനോൾ ആണ്. ഫിനോൾസ് നമ്മൾ നോക്കുകയാണ്. ആദ്യത്തെ കേസിൽ നിങ്ങൾക്കറിയാം, നോക്കൂ, ഇയാള് ഒരു NO2 ആൻഡ് ഹിയർ വി ഹാവ് 2 NO2 അല്ലേ? സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമുക്ക് 2 -R ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു -R ഗ്രൂപ്പ്, -R അല്ലെങ്കിൽ -I ഗ്രൂപ്പ്, whatever, -R-ഉമാണ് -I-യുമാണ്. എടേ, മൈനസിന്റെ -R-ന്റെയോ -I-ന്റെയോ എണ്ണം കൂടിയാൽ അസിഡിക് ക്യാരക്ടർ കൂടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ -R ഉള്ളത് ഇക്കാണ്. സോ ഇ ഈസ് മോർ അസിഡിക് ആൻഡ് ദെൻ യു ഹാവ് ബി. കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നു ഇന്റെ കേസിൽ നമുക്ക് 2 -R ഉണ്ട്, ബിന്റെ കേസിൽ നമുക്ക് ഒരു -R ആണുള്ളത്. ഇനി നമുക്ക് അടുത്ത 2 പേരുണ്ട്, അവരിലേക്ക് പോകാം. അവരിലേക്ക് പോകുമ്പോൾ ഇത് വെറും ഫിനോൾ, എന്നാൽ ഇത് OR എന്ന് പറയുന്നത് വളരെ ഉയർന്ന +R ക്യാരക്ടറുള്ള വ്യക്തിയാണ്. +R വന്നാൽ അസിഡിക് ക്യാരക്ടർ കുറയും. അപ്പൊ ഞാൻ എ എഴുതി, ഇ എഴുതി, ബി എഴുതി, ബി കഴിഞ്ഞ് ഞാൻ എഴുതിയത് ഡി ആണ്. ഡി വെറും ഫിനോൾ ആണ്. അവിടെ ആരും കൊടുക്കാനുമില്ല വാങ്ങാനുമില്ല. അത് കഴിഞ്ഞ് ആരിലേക്ക് പോകാം? സിയിലേക്ക് പോകാം. എന്തുകൊണ്ട് സി വന്നു ചോദിച്ചാൽ സി +R ഗ്രൂപ്പാണ് അല്ലെ? അതും കഴിഞ്ഞ് ഏറ്റവും അവസാനം ആര് വരും? എ. എന്തുകൊണ്ട് എ വന്നെന്ന് ചോദിച്ചാൽ എ എന്ത് ആൽക്കഹോൾ ആണ്? അലിഫാറ്റിക് ആൽക്കഹോൾ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എ അല്ലെ, പിന്നാരാണ് സി, പിന്നാരാണ് ഡി, പിന്നാരാണ് ബി, ദെൻ ഇ. സോ ഓപ്ഷൻ എ comes as our final answer in this case.